അർത്ഥം തന്നെ നമുക്ക് ഫണ്ട് കിട്ടണം. ഇതൊരു ആക്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ ഫണ്ടിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിഫറൻ്റായി നമുക്ക് വ്യക്തിഗത വികസനത്തിനുള്ള എൻ്റർപ്രണർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ലഭ്യമാകേണ്ട കൺസോൾട്ടന്റ് ഫണ്ട് ഉണ്ടാകണം, പണം ഉണ്ടാകണം. അത് ഒരു നോഡൽ ഏജൻസിക്ക് കൈമാറും. നോഡൽ ഏജൻസി എന്താണെന്നുള്ളതും തന്നെ ആക്ടിൻ്റെ ഒരു രൂപത്തിൽ പറയുന്നുണ്ട്. അതേ സംബന്ധിച്ചുള്ള വിശദമായിട്ടൊരു അഡ്വൈസ് നമ്മുടെ ലക്ഷ്മി ഏജി അത് മറ്റേ സുഹൃത്ത് നമുക്ക് നൽകുന്നതായി. അപ്പം നിലവിൽ ഉള്ള ബഡ്ജറ്റിൻ്റെ അലൊക്കേഷൻ മെത്തഡോളജി, അപ്പം അതിനേക്കുള്ളൊരു ബിൽഡപ്പ് ചെയ്യാനാണ് ഈ കുറിപ്പ് ശ്രമിക്കുന്നത്. അത് നിങ്ങൾ ഓടിച്ചൊന്ന് നോക്കിക്കാണുമെന്ന് വിചാരിക്കും. എന്തായാലും ഞാനൊരു കാമണിക്കൂർ എടുത്തിട്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഞാനൊന്ന് വിശദീകരിക്കാം. നിലവിലുള്ള കുഴപ്പം എന്താണെന്നും എങ്ങനെ ഇത് അട്ടിമറിച്ച് പോയിരിക്കുന്നു. ഈ നോട്ടിൽ രണ്ടാമത്തെ ഖണ്ഡികയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, കേരള വികസനത്തിൻ്റെ തന്നെ ഒരു മൗലികമായ തകരാറുണ്ട്. നമ്മുടെ SCP TSP ഫണ്ട് എത്രമാത്രം കുറവാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് 25-26 വാർഷിക ബഡ്ജറ്റിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ബഡ്ജറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡ് ചെലവെന്ന് പറയുന്നത് 1,98,000 കോടി രൂപയുടെ വലിയൊരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 1,98,000 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ ഇപ്പോൾ ഉള്ള ഓൺഗോയിങ് ബഡ്ജറ്റ്. അത്രയും തന്നെ അതിനുള്ള വരുമാനം അല്ലെങ്കിൽ റെസിപ്റ്റും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ബഡ്ജറ്റിനെ സാധാരണഗതിയിൽ 2 മേഖലയായിട്ട് തരംതിരിക്കും. പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ. പദ്ധതി വിഹിതം എന്നുള്ളതിൽ പ്ലാൻ ഫണ്ടും നോൺ പ്ലാൻ ഫണ്ടുമായി തരംതിരിക്കും. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട SCP TSP ഘടക പദ്ധതിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന 10% വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്ലാൻ ഫണ്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ ഉൽപാദനപരമായ മേഖലകൾ കൈകാര്യം ചെയ്യുന്നതിലാണ് പഞ്ചവത്സര പദ്ധതി എപ്പോഴും ഫോക്കസ്ഡ് ആയിരുന്നത്. അപ്പോൾ നമ്മുടെ നോൺ പ്ലാൻ വിഹിതമാണ് കേരളത്തിൽ ഏറ്റവും ഭീമാകരമായുള്ളത്. ഈ പ്ലാൻ ഫണ്ടും നോൺ ഫണ്ടും ചേരുന്ന ഒരു ആകത്തുകയാണ് 1,98,000 എന്ന് പറയുന്ന ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ.